വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്നത് ഒരു പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ്. പാൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെമി പലാസോ പാൻറ്റാണ്. സെമി പലാസോ എന്ന് പറയുമ്പോൾ നല്ലോണം അടിവട്ടം ലൂസ് കൊടുക്കാതെ നമ്മൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു നോർമൽ ലൂസ് കൊടുത്തുകൊണ്ട് ആങ്കിൾ ലെങ്ത്ത് സൈസിൽ അതേപോലെ കറക്റ്റ് ആങ്കിൾ വരെ ലെങ്ത്ത് മാത്രം എടുത്തുകൊണ്ട് കട്ട് ചെയ്യുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ 36 ഇഞ്ചാണ് ലെങ്ത്ത് പാൻറ്റിൻ്റെ എടുക്കുന്നത്. അതുപോലെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചാണ്. 40 പ്ലസ് തയ്യൽ തുമ്പും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബെൽറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഈ 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അതിലൊന്ന് വരച്ചിട്ട് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഒരു 11.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ മാർക്ക് കൊടുക്കുന്നത്. 11.5 ഇഞ്ചിലാണ് ക്രോസ് ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം, ബാക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ തുണി രണ്ടായിട്ട് മുറിച്ചിട്ട് ആദ്യം ഓരോന്നായിട്ട് വേണ്ട കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പാൻറ്റിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ക്രോസ് ലെങ്ത്തും അതുപോലെ എക്സ്ട്രാ തയ്യൽ തുമ്പും ഒക്കെ കൂടിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് ഇതാ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. ലെങ്ത്ത് ഞാൻ 36 ഇഞ്ചാണ് എടുക്കുന്നത്. പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് താഴെയും കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതുപോലെ നമ്മൾ ക്രോസ് ലെങ്ത്തിൻ്റെ അവിടുത്തെ വിഡ്ത്ത് എടുക്കുക. വിഡ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ചിൻ്റെ പകുതി വരുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. ആ 5.5 ഇഞ്ചാണ് നമ്മൾ താഴെയും ഇവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ 5.5 ഇഞ്ചിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും 4 ഇഞ്ച് ഇപ്പുറത്തേക്കും 4 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും നമ്മൾ 4 ഇഞ്ച് കൊടുക്കുക. 3 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ സീക്രട്ട് പാൻറ്റും ആങ്കിൾ ലെങ്ത്ത് പാൻറ്റും കട്ട് ചെയ്യുന്നത് പോലെ അല്ല, അതിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ അടിവട്ടത്തിന് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് ലൂസാണ് സെമി പാലാസോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ട് രണ്ടായി മടക്കിയിടുക. അതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് എത്രയെന്ന് നോക്കുക. അപ്പോൾ വിഡ്ത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന തുണി നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കറക്റ്റായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ മേൽഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സൈഡിൽ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 1 ഇഞ്ച് കുഴിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മേൽഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചരിച്ചിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ട് വെച്ചതിൻ്റെ അവിടേക്ക് ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് കട്ട് ചെയ്യേണ്ടത്. അത് ബാക്ക് ഭാഗം നമുക്ക് ഇരിക്കുമ്പോൾ താഴോട്ട് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിൽ കൂടെ തന്നെ വെട്ടിയെടുക്കുകയാണ്. ഇത് സാധാരണ ആങ്കിൾ ലെങ്ത്ത് പാൻറ്റിൻ്റെ കട്ടിങ് തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ച് ലൂസ് ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിളായിട്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ക് ഭാഗം കുറച്ച് ഉയർത്തി കട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുവിധം എല്ലാ പാൻറ്റിനും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കംഫർട്ടബിളായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ ഇരുന്ന് നീക്കുമ്പോഴൊക്കെ കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ 2 എക്സ്ട്രാ വരുന്ന തുണി എടുത്തിട്ട് 4ആയി മടക്കിയതിന് ശേഷം ഇവിടെ വീതി 2.5 ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കുക. 5 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 2.5 ഇഞ്ച് എടുക്കുന്നത്. താഴോട്ട് ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൂട് വശം കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതേപോലെ തന്നെ ഇതിനും കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാ പാൻറ്റിനും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടത്. അപ്പോൾ മൂട് വശം കീറുന്ന പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവായി കിട്ടും എന്നുള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാൻ കഴിയും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.